നമസ്കാരം. നമസ്കാരം. ഇന്ത്യയിലെ യുവാക്കളുടെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫൻസിലേക്ക് ഒരുപാട് നമ്മൾ ബഡ്ജറ്റ് നല്ലൊരു ശതമാനം നമ്മൾ പ്രതിരോധ വകുപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷെ അതേസമയം യുവാക്കളുടെ കാര്യം നോക്കുമ്പോൾ ഒരു വശത്ത് നീറ്റ് എക്സാം, മറുവശത്ത് CBSE എക്സാം, UGC നെറ്റ് എക്സാം, പല എക്സാമുകളും ചോർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിലെ യുവാക്കൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ടാലൻറ്റഡായ ആൾക്കാർ തന്നെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം ഏതെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള, ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ യുവാക്കളുടെ അവസ്ഥയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും പുതിയ ഒരു ഓർഗനൈസേഷൻ ഈ CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. വെറും 5 ദിവസം കൊണ്ട് രാജ്യത്തെ പ്രബല കക്ഷികൾ 1855 രൂപീകരിക്കപ്പെട്ട കോൺഗ്രസിനെയും 80കളിൽ രൂപീകരിക്കപ്പെട്ട BJPയും മറികടന്ന് വെറും 5 ദിവസം കൊണ്ട് 8 മില്യണോളം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ ട്വിറ്ററിലും എക്സിലും അവർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത്രത്തോളം യുവാക്കളുടെ ഒരു രോക്ഷം ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണിത്. ഇതിനെതിരെ ഇപ്പം ഈ വരുന്ന 8-ാം തീയതി 9-ാം തീയതി ഒക്കെ ആയിട്ട് CJP നേതാവ് ഡൽഹിയിലോട്ട് വരുന്നുണ്ട് ജന്തർ മന്ദിറിൽ സമരം നടത്താൻ വേണ്ടിയിട്ട്. അതിന് എന്ത് വില കൊടുത്തും തടുക്കും എന്നുള്ള രീതിയിലാണ് BJP പോകുന്നത്. മറുവശത്ത് മമതാ ബാനർജിയുടെ ഒരു MP പരസ്യമായിട്ട് ഇപ്പം മമതാ ബാനർജി തോറ്റ സ്ഥിതിക്ക് പല നേതാക്കന്മാർ MLA BJPയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ മറ്റു മമതാ ബാനർജിനെ ഒഴിവാക്കിയും കണ്ട് പോകുന്നു. പക്ഷെ അതിൽ മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞൊരു MP ഇതൊന്നും പരാമർശിക്കാതെ ഫുള്ള് CJPക്കുള്ള സപ്പോർട്ടുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ പല പ്രതിപക്ഷ പാർട്ടികളും ഇല്ലാണ്ടാവും എന്നുള്ള ചർച്ച ഉണ്ട്. അത് മാത്രമല്ല, ഇത് ഏറ്റവും വലിയ തിരിച്ചറിയാൻ പോകുന്നത് പ്രതിപക്ഷത്തിനോടൊപ്പം തന്നെ BJPക്ക് കൂടിയായിരിക്കും. എങ്ങനെയാണ് ഈ വിഷയം കാണുന്നത്? ഇന്ന് പല പാർട്ടികളുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് പണ്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു, വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തു, ഏതൊക്കെ സ്റ്റേറ്റിൽ ഭരണം കിട്ടി, അല്ലെങ്കിൽ കുറച്ച് MLA-മാരുണ്ടായി, MP-മാരുണ്ടായി എന്നതിനപ്പുറത്തേക്ക് ആശയപരമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ രംഗത്ത് മോഡിയോ BJPയോ വെല്ലുവിളിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഒരു പാർട്ടിക്കും സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും കഷ്ടം. പിന്നെ എന്തെങ്കിലും സാധിക്കണം തെക്കേ ഇന്ത്യൻ ബേസ്ഡ് പാർട്ടികൾക്കാണ് സാധിക്കുന്നത്. കാരണം തെക്കേ ഇന്ത്യൻ ബേസ്ഡായ ഈ പാർട്ടികളാകുന്നതിൻ്റെ കാരണം ആര്യ സംസ്കാരത്തിന് പ്രാതിനിധ്യമുള്ള ഉത്തരേന്ത്യൻ ബേസ്ഡ് പാർട്ടിയാണ് BJP. ആ രീതിയിലുള്ള ദൈവിക സങ്കല്പമാണ് ആർക്കുള്ളത്? ഇവർ വളർത്തുന്നത്. ശ്രീരാമനാണ് ഏറ്റവും വലിയ ദൈവമായിട്ട് വളർത്തുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് മോഡി എപ്പോഴും 24 മണിക്കൂർ മോഡിയുടെ എല്ലാ പ്രസംഗത്തിലും 5 വാചകമെങ്കിലും ഇന്ത്യയിലെ സൈന്യത്തിന് വേണ്ടിയാണ് പറയുന്നത്. നമ്മളോട് പറയും, ജനങ്ങളോട് മോഡി അപ്പീൽ ചെയ്യുന്ന വളരെ വൈകാരികമായിട്ട് അപ്പീൽ ചെയ്ത്, നമ്മുടെ സൈനികരെ പാകിസ്ഥാൻ കൊന്നൊടുക്കി. എന്തുകൊണ്ടാണ് കൊന്നൊടുക്കിയെന്ന് പറയുന്നില്ല, നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് കൊന്നൊടുക്കിയെന്നും പറയുന്നില്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടാണ് കൊന്നൊടുക്കിയെന്നും പറയും. എന്നാലും നമ്മുടെ പട്ടാളക്കാരെ പാകിസ്ഥാൻ കൊന്നൊടുക്കി, പുൽവാമയെ കൊന്നൊടുക്കി, ബാൽപൂർ കൊന്നൊടുക്കി, ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം. ഇവിടെ ഏറ്റവും വലിയ ഒരു പട്ടാളത്തെ, സൈന്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട മറ്റൊരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അവിടെ എന്താ സംഭവിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖല വളരെ പെട്ടെന്ന് ഒരു ഹിമാലയത്തിൻ്റെ മുകളിൽ നിന്ന്, അല്ലെങ്കിൽ എവറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് തള്ളിയിടുക. ആരാണിട്ടത്? വിദ്യാഭ്യാസ മേഖലയുടെ നമ്മുടെ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ വിധി നിർണ്ണയിക്കുന്നത് പരീക്ഷകളാണ്. അത് SLC ആയാലും പ്രീ ഡിഗ്രി ആയാലും +2 ആയാലും MBBS തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സിലേക്കുള്ള എൻട്രൻസ് ആയാലും ഈ പരീക്ഷകളാണ് തീരുമാനിക്കുന്നത് ആരാണ് കോമ്പറ്റൻറ്റ്. അങ്ങനെ അപ്പോൾ ഇവർക്കെല്ലാം അപകർഷതാബോധമാണ്. മോഡിക്കൊക്കെ അപകർഷതാബോധമാണ്. തനിക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു ഡിഗ്രി ഇല്ലല്ലോ, ഇപ്പോൾ ശശി തരൂരിനെ പോലെ ഒന്നും നല്ലൊരു ഡിഗ്രി ഇല്ലല്ലോ എന്നുള്ള അപകർഷതാബോധം ഇവർക്ക് കാണും. പരീക്ഷ വേണ്ട എന്നുള്ളതായിരിക്കും. അതേപോലെ ഗുരുകുല സമ്പ്രദായം മതി, ഗുരു എഴുതി കൊടുത്താൽ മതി, ഇവൻ വിവരമുള്ളവനാണെന്ന് സമ്മതിച്ചാൽ അത് സത്യമാണ്. പക്ഷേ ആ രീതിയിലേക്ക് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ടുപോകാനുള്ള ഗൂഢശ്രമം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തോന്നുകയാണ് അങ്ങോട്ട്. കാരണം ഇത്രയും പരീക്ഷകൾ നടന്നിട്ട് അത് ഗൗരവത്തോടെ കാണാൻ ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തയ്യാറായിട്ടുണ്ടോ? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെ പലരും പ്രതീക്ഷിച്ചിരുന്നു, ഒരു വലിയ അഖിലേന്ത്യാ സമരത്തിന്, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ചേർന്നുള്ളൊരു അഖിലേന്ത്യാ സമരത്തിന്, രോഗത്തുമൂലയുടെ പ്രശ്നത്തെക്കാളൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അത് ജാതീയമായി മാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. കനയ്യകുമാർ ഉണ്ടായിരുന്നു,
കോൺഗ്രസിലുണ്ടായിരുന്ന കനകകുമാർ, ഇവർക്കൊക്കെ കൂടെ ചേർന്ന് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി വ്യത്യാസമില്ലാതൊക്കെ ചേക്ക് ബി ജെ പിക്കാരൻ ചേരുമെങ്കിൽ ബി ജെ പിക്കാരൻ, ജാമായത്തുകാരൻ ചേരുമെങ്കിൽ ജാമായത്തുകാരൻ, ആരെയും കൂട്ടി ചേർത്തുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, വിദ്യാഭ്യാസ സിസ്റ്റത്തെ നശിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സംവിധാനത്തിനെതിരെ സമരം ചെയ്യട്ടെ. ഒരു സമരം ഉണ്ടായോ? പ്രതിപക്ഷത്തിന് ഒരു എന്താ പറയാ, ഒരു മിണ്ടൽ പോലും ഉണ്ടായിട്ടില്ല. അല്ല, പ്രതിഷേധം വരും ഇങ്ങനെ. അല്ല, അവർ രാഹുൽ ഗാന്ധിക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാന്നല്ലാണ്ട് ഒരു പരസ്യമായ സമരത്തിലോട്ട് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒരു പാർട്ടി ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. സോണിയാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെയോ CPM നേതാവിൻ്റെ പിണറായി വിജയൻ്റെ വീട്ടിൽ ED കയറുന്നതിനേക്കാൾ അപകടകരമാണ് ഈ പരീക്ഷ നടത്തുന്നത്. അതിനേക്കാൾ വലിയ രാജ്യത്തെ ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖല നമ്പർ 1 പോട്ടെ, സൈനിക മേഖലയ്ക്ക് കൊടുത്തു, പിന്നെയുണ്ട് ആരോഗ്യ മേഖല ഉണ്ട്. ആരോഗ്യ മേഖല ശക്തിപ്പെടണമെങ്കിൽ എന്ത് ശക്തിപ്പെടണം? ആരോഗ്യ മേഖലയിൽ നല്ല ഡോക്ടർമാരും നേഴ്സിംഗ് സൗകര്യവും പുതിയ മരുന്നുകളും ഗവേഷണങ്ങളും ഉണ്ടാകണമെങ്കിൽ എവിടെ ശക്തിപ്പെടണം? വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടണം. പട്ടാളം പോലും നല്ല വിദ്യാഭ്യാസം കിട്ടിയെങ്കിൽ മാത്രമല്ലേ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, ആയുധങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പട്ടാള മേഖലയുടെ തകർച്ചക്കാർ കാരണക്കാരാവും. ഈ മേഖലയെല്ലാം തകർത്ത് എന്തിനു വേണ്ടിയാണ് മോഡി ഇത് തകർക്കുന്നത്? മോഡിക്ക് അറിയാൻ പറഞ്ഞിട്ടില്ല. പരീക്ഷ നടന്നിട്ടില്ലെന്നും കൃത്രിമത്വമാണ് അവിടെ നടക്കുന്നതും കള്ളത്തരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന കള്ളത്തരങ്ങൾ. അതിന് മോഡി സമാധാനം പറയണ്ടേ? 2 വർഷം 3 വർഷമായില്ലേ ഇത് ആവർത്തിക്കപ്പെടുന്ന കള്ളത്തരങ്ങൾ? ഇവിടെ നമ്മുടെ PSC ടെസ്റ്റ് നടത്തുന്ന പോലെ, അല്ലെങ്കിൽ കോളേജ് അധ്യാപകരെ നിയമിക്കുന്ന പോലെയാണ്. ഇന്നലെ 2 പേരുടെ കല്യാണം കണ്ടു. മോഡിയും അത് തന്നെയല്ലേ ചെയ്യുന്നത്? ആസോയുടെയും ഭാര്യയുടെയും കല്യാണം കണ്ടു, 2 പേരുടെ യോഗ്യതയും കണ്ടു, അല്ലേ? അതേ രീതി തന്നെ ഇവിടെ SFIയിലെ കുട്ടികൾ എങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെയൊക്കെ ജയിച്ചോ, എങ്ങനെ ഇവിടെ PhD ബിരുദം സുനിൽ P ഇടം തൊട്ടുള്ളവർ നേടിയോ, അതുപോലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യ മുഴുവൻ വ്യാപിക്കുക. അതിനെ ചെറുക്കാൻ ആരുണ്ട്? അതിനെ ചെറുക്കാൻ പറ്റേണ്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നു, രാഹുൽ ഗാന്ധി ആയിരുന്നു. പക്ഷെ ആ കോൺഗ്രസിന് എവിടെയാണ് കോൺഗ്രസിനെ കാലിടറിയോ? കോൺഗ്രസിന് എവിടെ കാലിടറി എന്നുള്ള കൃത്യമായിട്ട് പറയണം. അതിനെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയോ? ദേശീയ ബോധത്തിലേക്ക്, ദേശീയ ലെവലിലേക്ക് ചർച്ച കൊണ്ടുവരാൻ പറ്റിയില്ല. ഇനി മോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്നത്, അല്ലെ മോഡിയുടെ വിജയം എന്ന് പറയുന്നത്, മോഡിയുടെ മാത്രമല്ല ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷങ്ങളുടെ നേതാക്കൾക്ക് പറ്റിയിരിക്കുന്നത് ഇന്ത്യൻ യുവത്വത്തെ ഷണ്ഡീകരിച്ചു എന്നുള്ളതാണ്. എത്ര ചെറിയ കാര്യങ്ങൾക്ക് പിള്ളേർ സമരത്തിന് വന്നിട്ടുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക്, ഇല്ലേ? ഇവിടെ ഗവർണർ വന്ദേ മാതരം കാരണം നിർബന്ധിച്ചതിനോട് വലിയ ബഹളമല്ലായിരുന്നു. എന്തുമാത്രം ആവേശത്തോടെയാണ് ചെറുപ്പക്കാർ രംഗത്ത് വന്നത്. എന്തേ പരീക്ഷ പോലും നടത്താതെ ഗവൺമെന്റിനെതിരായിട്ട് അനങ്ങാൻ പറ്റാതെ ഈ പിള്ളേർ നിന്ന് പോകുന്നത്? ഇവിടെ നടത്തിയ സമരങ്ങളൊന്നും ആലോചിക്കും. അധ്യാപകൻ ഇറക്കി വിട്ടു, സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു, അല്ലെ വിദ്യാർത്ഥിയെ തെറി പറഞ്ഞു, പ്രിൻസിപ്പളുടെ വലമുടി കുത്തിരി കയറി പിടിക്കും, അതാണ് വിപ്ലവം എന്ന്, അല്ലെ പ്രിൻസിപ്പൽമാർക്ക് ശവക്കല്ലറ ഉണ്ടാക്കും. അഭിമന്യുവിന് വേണ്ടി മഹാരാജ് സ്കൂളിൻ്റെ അകത്ത് രക്തസാക്ഷ്യം ഉണ്ടാവും പണിയും. അഭിമന്യു എങ്ങനെ മരിച്ചു, എന്തിനു മരിച്ചു, ആര് കൊന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. കേസ് പോലും നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതൊന്നും ആ മരണം രക്തസാക്ഷിത്വം വിറ്റ് കഴിയുമ്പോൾ അവരുടെ ഇടപാട് തീർന്നു. മറിച്ച് കാതലായ ഒരു പ്രശ്നത്തിന് വേണ്ടി കോളേജ് വിദ്യാഭ്യാസ സംഘടനകളിലെ 2, 3, 4 ലക്ഷം ശമ്പളം അധ്യാപകരുണ്ട്. അവർ ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കേണ്ട, ഇടപെടണ്ടേ? അതോ അവരുടെ ശമ്പള പ്രവർത്തനമോ മാത്രമാണോ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് അവർക്ക് ഇടപെടാൻ പറ്റുന്നില്ലെങ്കിൽ? ഇവിടുത്തെ ബുദ്ധിജീവികൾ, സാംസ്കാരിക നായന്മാർ എന്തെല്ലാം കാര്യത്തിൽ ഇടപെടുന്നു. ഒരു സിനിമയിൽ അവാർഡ് കൊടുക്കുന്നതിനെ പറ്റി ഇടപെടും. ഉണ്ണി മോഹൻ്റെ സിനിമയെപ്പറ്റി എതിര് പറയും, അല്ലെ വേറൊരാളുടെ സിനിമയെപ്പറ്റി അനുകൂലം പറയും. ഇതെന്താ കാര്യം? എന്തുകൊണ്ടാണ് രാജ്യത്തെ ബാധിക്കുന്ന, ഇപ്പോൾ അടുത്ത കാലത്ത് ബാധിച്ച ഭക്ഷ്യക്ഷാമം ഇല്ലാത്തടത്തോളം കാലം രാജ്യത്തെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കരുതി പെട്രോൾ വില വർധനയേക്കാൾ പ്രധാനപ്പെട്ട തന്നെ ഇത്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇത്. അതിനും സമരമില്ല. ഇവിടെ സമരം വേണ്ട. ഇതിന് പെട്രോളിന്റെ ഒക്കെ കുറച്ചു കാലം കഴിഞ്ഞ് നമുക്ക് കുറക്കാൻ പറ്റും, പക്ഷേ നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം അതാണ് അതിൻ്റെ കീ പോയിന്റ്. ഇപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്ന എത്ര പ്രതിഭകളെ നമുക്ക് നഷ്ടപ്പെട്ടു, ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ടു. ആലോചിച്ച് നോക്ക്, 2, 3 പ്രാവശ്യം പോയി പരീക്ഷ എഴുതിയിട്ട് വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ പറയാം ആ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിക്കപ്പെട്ടു എന്ന് അറിയുമ്പം ഉണ്ടാകുന്ന ആഘാതത്തിന് 1000 പട്ടാളക്കാരെക്കാൾ അല്ലെ മിലിറ്ററിക്ക് വേണ്ടി ചിലവാക്കുന്നതിനേക്കാൾ നഷ്ടം തന്നെയാണ്. എത്ര പട്ടാളക്കാരെ നിങ്ങൾ, എത്ര പ്രതിഭാശാലികളായ ശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾ കൊന്നുകളഞ്ഞു? മോഡിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ആരെങ്കിലും മോഡിയോട് ചോദിക്കുന്നുണ്ടോ ആ രീതിയിൽ? അവസാനം ഏതെങ്കിലും ഡെപ്യൂട്ടി സെക്രട്ടറി പരീക്ഷാ കൺട്രോളർക്ക് നടപടിയെടുക്കും, അതിനപ്പുറത്തേക്ക് പോകില്ല. ഇത് 5 സെക്കൻഡിൽ നടപടി എടുക്കേണ്ടതല്ലേ? ഒരു അതിർത്തിയിൽ എങ്ങനെ പാകിസ്ഥാന്റെ സൈന്യം കയറി അല്ല ചൈനയുടെ സൈന്യം കയറിയപ്പോൾ ഇടപെടുന്നോ അതേ ജാഗ്രതയോടെ, അതേ തീവ്രതയോടെ ഇടപെടണം. എവിടെയെങ്കിലും പരീക്ഷാ നടത്തിപ്പിൽ, അഖിലേന്ത്യാ പരീക്ഷാ നടത്തിപ്പിൽ എവിടെയെങ്കിലും ഒരു ബ്രീച്ച് ഉണ്ടായാൽ, കള്ളത്തരം ഉണ്ടായാൽ അതിനെ തടയാൻ ഇടപെടേണ്ടേ ഇവര്. എന്തേ ഇല്ലാത്ത രാജ്യസ്നേഹം ആർക്കുള്ള? മോഡി ആരെയാണ് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്?
രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവിന് മാത്രമേ ഇത്തരം പരീക്ഷകളെ കുഴപ്പാൻ പറ്റുള്ളൂ. ഭാവി തലമുറയുടെ പ്രശ്നം, നാളെ വരാനിരിക്കുന്നവരുടെ പ്രശ്നം. തയ്യാറാവുന്നുണ്ടോ? ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മോഡി എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ SFI സമരം ചെയ്യുന്നുണ്ടോ? മറിച്ച് സമരം ചെയ്യാൻ വന്നു. കോളേജ് ഇലക്ഷനിൽ ജയിച്ചതിൻ്റെ പ്രകടനം നടത്തിയപ്പോൾ KSUമായിട്ട് സംഘടനം, അതിനുവേണ്ടി സമരം, ലാത്തിച്ചാർജ് എല്ലാം ഉണ്ട്. ജലവീര്യം കേൾക്കുണ്ടായില്ലേ? പരീക്ഷ നടത്താത്തതിനെ പറ്റി റഹ്മാന്റെ അകത്ത് ഒരു മണ്ണെങ്കിലും വീണോ? ഒരു പോലീസുകാരനെങ്കിലും വീശോ? ഇല്ല. ആത്മാർത്ഥത ഇല്ലാത്ത പിള്ളേരെ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന സമരമാണിത്. അവിടെ അത്തരം ഈ കഴിവുകെട്ട അന്തരീക്ഷത്തിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഷണ്ടത്വം നിറഞ്ഞ നടപടി കൊണ്ടാണ് ഇപ്പോൾ CJP പോലൊരു പാർട്ടിക്ക് ഇവരുടെ ശ്രദ്ധ പിടിച്ചു കിട്ടുന്ന. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവർ ജയിക്കുക തൂക്കുക ചെയ്യാം, പരാജയപ്പെടാം. ഈജിപ്തിലൊക്കെ മുല്ലപ്പൂ പോകാൻ പരാജയപ്പെട്ടാൽ ഇതും പരാജയപ്പെടാം, ജയിക്കണം നിർബന്ധം. എന്നാൽ പോലും നിലവിലിരിക്കുന്ന ഈ പോക്കരത്തിനെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ ആശ്വാസത്തോടെ കാണണം എന്ന് വിചാരിക്കും. പിന്നെ അതിൽ മറ്റൊരു കാര്യം, 2014 മോദി വരുന്നത്. 2016 മോദി പറയുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ പൊളിച്ചു മാറ്റി നല്ല വിദ്യാഭ്യാസം വരാം. അതിന് ഭാഗമായിട്ടാണ് NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ അല്ലാതെ കൃത്യമായിട്ടുള്ള മോണിറ്ററൈസേഷൻ, നിരീക്ഷണം, കൃത്യമായിട്ടുള്ള അപ്ഡേറ്റഡ് ആയ സിലബസ്, ഇതൊക്കെ മുമ്പോട്ട് വെച്ചില്ല. കൃത്യമായിട്ടുള്ള എക്സാം അത് ഒരു വിധത്തിലും ചോദില്ല എന്നുള്ള തരത്തിലൊക്കെ മുമ്പോട്ട് വെച്ച് കൊണ്ടുവന്നാണ് NTA 2017. ആ NTA ആണ് ഇപ്പോൾ തുടർച്ചയായി 3-4 വട്ടം ചോദ്യപേപ്പറുകൾ ചോർന്നു പോകുന്നൊരു സമ്പ്രദായം നമ്മൾ കാണുന്നത്. അല്ല, അതിൻ്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട്? എത്ര പേർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട്? ഈ പശുവിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കാളവണ്ടിയെ പോകുന്ന ഒരുത്തനെ തല്ലിക്കൊല്ലുന്ന പോലെ ഇവരിൽ ആരെങ്കിലും, NDAയുടെ ആരെങ്കിലും തല്ലാൻ ഒരു BJPക്കാരൻ വന്നിട്ടുണ്ടോ? ഒരുത്തൻ്റെ പശുവിനെ കൊന്ന് ഇറച്ചി വെച്ച് തിന്നുന്നതാണോ രാജ്യത്തിന് ദ്രോഹം? ഇത്തരം പരീക്ഷകൾ, കൊച്ചു പിള്ളേർ എഴുതുന്ന പരീക്ഷകൾ, വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷകൾക്കാണ് ദ്രോഹം, രാജ്യദ്രോഹം. അതാണ് മിസ്റ്റർ മോഡി. പരീക്ഷ എഴുതുന്ന യുവതലമുറയ്ക്ക് പരീക്ഷ എഴുതി നാളത്തെ ഭാവി കരിപ്പിടിപ്പിക്കാനുള്ള അവസരം നിഷേധിക്കുന്നതാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം. അതിനെതിരായിട്ട് നിങ്ങൾ മിണ്ടാത്തിൻ്റെ, സംസാരിക്കാത്തിൻ്റെ, ആ വിഷയത്തിലേക്ക് നമ്മൾ ചർച്ച നീളുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? ഇവിടെ ചർച്ച പോലും ഉണ്ടാകുന്നുണ്ടോ? അതിന് ഈ ഒറ്റ വിഷയം ചർച്ച ചെയ്യാൻ പാർലമെന്റ് കൂടണമെന്ന് രാഹുൽ ഗാന്ധിക്ക് ആവശ്യപ്പെടാമായിരുന്നില്ലേ? MIOE പറയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അത് പിണറായി വിജയനോട് അനുവാദം ചോദിക്കണം എന്താ പറയേണ്ടതെന്നുള്ളത്. ഇപ്പോൾ പിണറായി വിജയൻ പറയും ഇങ്ങോട്ട് വരെ, ഇവിടെ വേറെ കാര്യമുണ്ട്, മകളെ അറസ്റ്റ് ചെയ്യാൻ ED വരുന്നുണ്ട്, ഇങ്ങോട്ട് ഇവിടുത്തെ സമരം മതി, ഈ കാര്യത്തിൽ സമരം ചെയ്താൽ മതി, EDക്കെതിരായിട്ട് സമരം ചെയ്താൽ മതി, എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെന്റിനായിട്ട് സമരം ചെയ്യേണ്ട, നാഷണൽ ടാലന്റ് ടെസ്റ്റിന് സമരം ചെയ്യേണ്ട. എത്രയോ നല്ല ഗംഭീരമായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയോ, വരാൻ പോകുന്ന വിധികളെല്ലാം ഇതുപോലത്തെ പരീക്ഷകളായിരിക്കും സിവിൽ സർവീസ് നടത്താൻ പോകുന്നത്. ഇന്ത്യയിലെ IAS സിവിൽ സർവീസ് വളരെ മെച്ചപ്പെട്ടായിരുന്നു ഒരു കാലം. അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരും. ഇതുപോലെ ആയിരിക്കും LLBയുടെ പരീക്ഷ നടത്താൻ പോകുന്നത്. അപ്പോൾ ജഡ്ജിമാരായിട്ട് വരുന്നവരാരായിരിക്കും? ഇതുപോലുള്ളവരായിരിക്കും ജഡ്ജിമാരായിട്ട് വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട് SFIയുടെ കെയർ ഓഫിൽ വരുന്ന PhDക്കാരും റിസർച്ചുകാരും കോളേജ് പ്രൊഫസർമാരും ലെക്ചർമാരും ആരാണ് എന്നുള്ളത് ഏറെക്കുറെ രൂപം തെളിഞ്ഞു വരുന്നുണ്ട്. ഇതേ രൂപം ഇന്ത്യ മുഴുവൻ വരാൻ പോകണം. അത് ഈ ചിത്രം ഭയാനകമാണ്. ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേദനിപ്പിക്കണം, ചോദ്യം ചെയ്യാൻ തയ്യാറാകണം. ആ രീതിയിലേക്ക് രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.